18ാം ലോകസഭയുടെ തുടക്കം തന്നെ വലിയ തരത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും സഭയിൽ പോർമുഖം തുറക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർള തെരഞ്ഞെടുക്കപ്പെടുകയും ആ നിമിഷം തന്നെ തങ്ങളുടെ ആദ്യ നടപടി എന്നോണം സ്പീക്കർ പ്രതിപക്ഷത്തെ ഉന്നം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയെ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയും പ്രമേയവും സഭയ്ക്ക് ഉള്ളിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ അവ ദുർദിനങ്ങളാണെന്നും അവ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയെ അട്ടിമറിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ദിവസങ്ങളാണെന്നും അന്ന് ഇതിനെ ചെറുത്തുകൊണ്ട് ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച നേതാക്കന്മാർക്ക് അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ടും അതിൽ കഷ്ടപ്പെട്ടവരെ അവരുടെ ഓർമ്മയ്ക്കായി ഒരു നിമിഷം സഭ മൗനമാചരിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓം ബിർള സ്പീക്കർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ KC വേണുഗോപാലും അതുപോലെ തന്നെ ഹൈബിയുടനും ഒക്കെ അടങ്ങുന്ന നമ്മുടെ MP-മാർ നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചുരുക്കത്തിൽ കോൺഗ്രസിനെ ഉന്നം വെച്ചുകൊണ്ട് സ്വതന്ത്രനായിരിക്കേണ്ടുന്ന സ്പീക്കർ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു പോർമുഖം തുറന്നത് എന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഏറെ രസകരമായ ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നത്. കാരണം സഭയിൽ സത്യപ്രതിജ്ഞാ ദിനം തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ചൊല്ലിയത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ഭരണഘടന സംരക്ഷിക്കുക, ഭരണ സംവിധാൻ സംരക്ഷിക്കുക എന്ന വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ദിനം ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കൊണ്ടാടിയത്. അതിനെ ചെറുക്കാൻ എന്ന വണ്ണം, അതുപോലെ തന്നെ ഭരണഘടനയുടെ സംരക്ഷകരായി കോൺഗ്രസ് അവരോധിക്കുന്ന ഈ നിമിഷത്തിൽ അവരുടെ മുദ്രാവാക്യങ്ങളെ തച്ചുടയ്ക്കുവാൻ വേണ്ടി തന്നെയാണ് ഓം ബിർള ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. PDT ആചാര്യ, അതായത് ലോകസഭയുടെ മുൻ ജനറൽ സെക്രട്ടറി, ഇതിനെക്കുറിച്ച് ചില പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു നീക്കം ഒരു സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. സ്പീക്കർ പറഞ്ഞത് 1975 ജൂൺ 25 നടത്തിയ അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ കറുത്ത അധ്യായമാണെന്നും അവ ഭരണഘടനയെ അത്യന്തം അട്ടിമറിക്കപ്പെട്ട ദിവസങ്ങളാണെന്നും അതിൽ കഷ്ടപ്പെട്ട ജനങ്ങളോടൊപ്പം നേതാക്കളോടൊപ്പം ഐക്യദാർഢ്യപ്പെടേണ്ടതുണ്ടെന്നും അതുതന്നെ അവരെ അനുസ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമാചരിക്കണമെന്നും ഒക്കെ സ്പീക്കർ പ്രസ്താവന നടത്തിയപ്പോൾ അതിനെ ഏതാണ്ട് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികളോടെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പ്രതിപക്ഷ നിരക്കെതിരെ ശക്തമായിട്ടുള്ള വളരെ ആസൂത്രണത്തോടു കൂടി തന്നെ BJP പ്രതിപക്ഷം തുറന്ന പോർമുഖത്തെ തുടക്കത്തിൽ തന്നെ മുനയൊടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിന് സ്പീക്കറെ ഉപയോഗിച്ചു എന്നതാണ് വാസ്തവം. കാരണം സ്പീക്കറുടെ ഈ പ്രസ്താവനയെ പലരും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലായ PDT ആചാര്യ പറഞ്ഞത് ഇത്തരം ഒരു കീഴ്വഴക്കം സഭയുടെ ചരിത്രത്തിലില്ല. സാധാരണ സ്പീക്കർ അവതരിപ്പിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത് എല്ലാ കക്ഷികളും യോജിക്കുന്ന പ്രമേയമാണ്. പ്രത്യേകിച്ച് യുദ്ധം, അതുപോലെ തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രം എന്തെങ്കിലും പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള എല്ലാവരും ഒരുപോലെ യോജിക്കുന്ന കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രമേയം സ്പീക്കർ കൊണ്ടുവരിക. ഒരുപക്ഷെ ഭരണകക്ഷിയാണ് ഈ പ്രമേയം കൊണ്ടുവന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ സ്പീക്കർ ഇങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവന്നത് ഭരണഘടനയുടെ ചരിത്രത്തിൽ കീഴ്വഴക്കത്തിൽ ഇല്ലാത്തതാണ്, സഭയുടെ ചരിത്രത്തിലെ കീഴ്വഴക്കത്തിൽ ഇല്ലാത്തതാണ് എന്ന് PDT ആചാര്യ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എന്തായാലും വളരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സ്പീക്കർ ഈ പ്രമേയം കൊണ്ടുവന്നത് എന്ന് പരക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നു. കാരണം കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1975 ജൂൺ 25 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അതിനെ വീണ്ടും കറുത്ത ദിനങ്ങൾ, അധ്യയനങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇപ്പോൾ സഭയുടെ രണ്ട് സഭകളെയും, അതായത് ലോകസഭയെയും രാജ്യസഭയെയും, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയെയും അധോസഭയെയും, അതായത് അധോസഭയായ ലോകസഭയും ഉപരിസഭയായ രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ സർക്കാരിന്റെ നയപരിപാടികളെ കുറിച്ച് പ്രസ്താവന നടത്തുന്ന സമ്മേളനത്തിൽ ഇന്ത്യയുടെ കറുത്ത ദിനങ്ങളാണ് ആ അടിയന്തരാവസ്ഥ ദിനങ്ങൾ എന്ന് രാഷ്ട്രപതിയും ഓർമ്മിപ്പിക്കുക. ദ്രൗപദി മുർമു ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഓർമ്മിപ്പിക്കുക വഴി ഏതാണ്ട് വലിയ തരത്തിൽ ഒരുപക്ഷെ പ്രതിപക്ഷം വളരെ കാലേക്കൂട്ടി ആസൂത്രണം ചെയ്ത് കൊണ്ടുവന്ന ഒരു വലിയ പോർമുഖത്തിന്റെ കുന്തമുന
ഒരുപക്ഷെ മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒടിച്ചു കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഒരുപക്ഷെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും തമ്മിലുള്ള വലിയ തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് സഭയിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കുന്നതിന്റെ സൂചനകൾ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലി ഉടലെടുത്തിട്ടുള്ള തർക്കം ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ തന്നെ വിഭജിക്കുവാനുള്ള ഒരു ശ്രമം ഭരണപക്ഷം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഈ അടിയന്തര പ്രമേയം സ്പീക്കർ അവതരിപ്പിക്കുമ്പോൾ, സഭയിൽ ഈ പ്രമേയം സ്പീക്കർ അവതരിപ്പിക്കുമ്പോൾ, അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അതിനെ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ഘടകകക്ഷിയും എതിർത്തില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, കോൺഗ്രസിനെതിരെ അഖിലേഷ് യാദവിനെയും അതുപോലെ തന്നെ RJD ഒക്കെ അതേപോലെ പിന്തിരിപ്പിച്ച് നിർത്തുന്നതിന് അല്ലെങ്കിൽ തിരിപ്പിച്ച് നിർത്തുന്നതിന് BJPക്ക് കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും ഒക്കെ ജയിലിൽ കിടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതേസമയം തന്നെ ശിവസേനയിലെ ഉദ്ധവ് താക്കറെ പക്ഷം മറ്റൊരു വലിയ വിമർശനവുമായി, ഓം ബിർളയ്ക്കെതിരെ വലിയ വിമർശനവുമായിട്ടാണ് വന്നത്. അവർ പറഞ്ഞത് സഭയിൽ നിന്ന് 100ഓളം ആളുകളെ, കഴിഞ്ഞ സഭയുടെ കാലഘട്ടത്തിൽ 100ഓളം ആളുകളെ സഭയിൽ നിന്ന് പുറത്താക്കിയ ഓം ബിർളയോളം വരില്ല ആ അടിയന്തരാവസ്ഥ, അദ്ദേഹം നടത്തിയ പ്രവൃത്തിയോളം വരില്ല ആ അടിയന്തരാവസ്ഥ എന്നാണ് വിമർശന ശരങ്ങൾ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം ഉന്നയിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വലിയ തരത്തിലുള്ള ഏതാണ്ട് പ്രതിഷേധങ്ങളും പോരുകളും നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ സഭയിൽ കാണുന്നത്. സ്പീക്കറുടെ ഈ നടപടി, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ സഭയുടെ ചരിത്രത്തിൽ മുൻപില്ലാത്തതും അതൊരുപക്ഷെ ആ കീഴ്വഴക്കം നല്ലതല്ല എന്നുള്ള സൂചനകളുമാണ് ഈ PDT ആചാര്യയെ പോലുള്ള മുൻ ജനറൽ സെക്രട്ടറി പറയുന്നത്. കാരണം സഭയിൽ സ്പീക്കർ സ്വതന്ത്രനായിരിക്കണം. അദ്ദേഹം ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രമേയം കൊണ്ടുവന്നാൽ തന്നെ അത് മന്ത്രിയെ കാണിച്ച് അദ്ദേഹം അത് മറ്റംഗങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം സഭയിൽ കൊണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണ് ഉള്ളത്. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തുടർച്ചയായി ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയും ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്ന പേരിലും പ്രതിപക്ഷം നടത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കുന്തമുന മൂർച്ച കൂട്ടി ഭരണപക്ഷത്തിനെതിരെ ആക്രമണം തൊടുത്തുവിടുന്ന പ്രതിപക്ഷത്തിനെതിരെ വലിയ ആയുധമായി, അല്ലെങ്കിൽ ആ ആയുധത്തിന്റെ മുന ഒടിച്ചു കളയുന്ന തരത്തിലാണ് ഇപ്പോൾ ഭരണപക്ഷം പ്രവർത്തിച്ചത്. അതിനവർക്ക് സ്പീക്കറെ ഉപയോഗിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ സ്പീക്കർ അങ്ങനെയുള്ള നടപടിയിലേക്കാണ് കടന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. എന്തായാലും സ്പീക്കറുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ, നേരത്തെ തന്നെ ഓം ബിർളയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ സഭയിൽ നിന്ന് കഴിഞ്ഞ സഭാ ചരിത്രത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ അവരെല്ലാം ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ്. മഹുവ മൈത്രയെ പോലെയുള്ളവർ വളരെ വാക്കിന് ഏറെ മൂർച്ചയുള്ള പ്രതിപക്ഷ നിരയിലെ അംഗങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അഖിലേഷ് യാദവ് ഉണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ട്, മഹുവ മൈത്രയുണ്ട്. ഇവരോടൊപ്പം വലിയ ഒരു സംഘം തന്നെ പ്രതിപക്ഷ നിരയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വരും ദിനങ്ങളിൽ ലോകസഭയുടെ ചരിത്രത്തിൽ നാം കാണാൻ പോകുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ശക്തമായ പോരാട്ടങ്ങളായിരിക്കും എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥയുടെ ദുർദിനങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, അതിനെ സ്മരിച്ചുകൊണ്ട്, അന്ന് അതിനെതിരെ പോരാടിയവരെ സ്മരിച്ചുകൊണ്ട് ഒരു നിമിഷം സഭ മൗനം ആചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ പോലും നിശിതമായി വിമർശിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കോൺഗ്രസിലെ അംഗങ്ങളായ ഹൈബി ഈഡനും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ വന്നത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. സഭാ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം ശ്രദ്ധിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുക എന്നുള്ള വലിയ അജണ്ടയെ ഊന്നിക്കൊണ്ടാണെങ്കിൽ അതിനവർ പറയുന്നത് ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ പലതും നരേന്ദ്രമോദി സർക്കാർ ലംഘിക്കുന്നു, ഡെപ്യൂട്ടി സ്പീക്കർ പദവി തെരഞ്ഞെടുപ്പിൽ അത് ലംഘിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ജനാധിപത്യ മര്യാദകൾ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ അതൊന്നും തന്നെ അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്നുള്ള വലിയ മുദ്രാവാക്യം കൊണ്ടുവന്നപ്പോൾ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അടിയന്തരാവസ്ഥയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം വിമർശിക്കുന്ന ഈ കാഴ്ച അത്യന്തം രസകരമാണ്. എന്തായാലും വരും ദിനങ്ങളിൽ വലിയ പോർമുഖങ്ങൾ തുറക്കുന്നതിന്റെ സൂചന തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഓം ബിർള സ്പീക്കറായി തുടരുന്നിടത്തോളം
പ്രതിപക്ഷത്തിന്റെ കുന്തമുന കൂടുതൽ മൂർച്ചയുള്ളതാകും. കാരണം പ്രതിപക്ഷ നിരയിലെ നേരത്തെ അദ്ദേഹം പുറത്താക്കിയ 100ഓളം അംഗങ്ങളിൽ ഏതാണ്ട് പകുതിയോളം പേർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് സഭയിലോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും സഭ കൂടുതൽ ഊർജ്ജസ്വലത ഉള്ളതാവുകയും കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും നടന്ന് ജനാധിപത്യം കൂടുതൽ പുഷ്കലമായി തീരട്ടെ എന്നും അതിന്റെയൊക്കെ മെച്ചം നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം.